നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നതാണ്. ഞാൻ എസ് കാച്ചപ്പള്ളി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി നിശ്ചയിച്ചത് 2026 UDF ബഡ്ജറ്റിലാണ്. സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ മദ്യത്തിന് നികുതി പകുതിയിലധികം കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇത്രയും തിരക്ക് പിടിച്ച 10% താഴെ വീര്യമുള്ള മദ്യത്തിന് നികുതി കുറച്ചത് മുൻ സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് UDF സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നു. എത്രത്തോളം സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനം എന്നത് LDF സർക്കാരിന് മികച്ച ബോധ്യമാണ് ഉള്ളത്. 251% നികുതി മദ്യത്തിലുള്ള രാജ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യവും സംശയമാണ്. മദ്യാസക്തിയും ലഹരി സാധനങ്ങളുടെ ഉപഭോഗവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചതിൽ LDF സർക്കാരിനുള്ള പങ്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം ഒളിഞ്ഞിരിക്കുന്നു എന്നത് ആർക്കും നിഷേധിക്കാവുന്നതല്ല. ലഹരിക്കെതിരെ തുഫാൻ പോലുള്ള കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള സമൂഹത്തിന് നൽകിയിട്ട് ആഹ്ലാദവും പ്രതീക്ഷയുടെ കിരണങ്ങളും വളരെ വലുതാണ്. ഒരു രാജ്യത്ത് അവിടുത്തെ ജനവിഭാഗം എത്രത്തോളം മദ്യത്തിന് ആസക്തിയുള്ളവരാണ് എന്നതാണ് ആ സമൂഹത്തിൻ്റെ നീതിബോധത്തിൻ്റെ അളവുകോൽ എന്നത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കേരള സമൂഹത്തിൽ മദ്യം പോലുള്ള ലഹരിയുടെ വ്യാപനം വളരെ കൂടുതലായോ മദ്യത്തിന് അടിമകളാവുന്നവരുടെ തോത് ഏറെക്കുറെ വർദ്ധിച്ച് വരുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത്. ഒരു രാജ്യത്തെ എത്രത്തോളം വീര്യമുള്ള മദ്യം വിതരണം ചെയ്യാമെന്നത് അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമാണ്. കേരളത്തെ പോലെ 30-ന് മേൽ ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ 10% കൂടുതൽ വീര്യമുള്ള മദ്യം തുടർച്ചയായി ഉപയോഗിക്കുന്ന മൂലം എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടമാടുന്നത് എന്ന് കുറ്റാന്വേഷണ വിഭാഗത്തിൽ നിന്നും ലഭ്യമാവുന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാലിയായ ഖജനാവിനെ സമ്പുഷ്ടമാക്കാൻ മുറുക്കാൻ കടകൾ പോലെ മദ്യശാലകൾ തലങ്ങും വിലങ്ങും ആരംഭിക്കുകയും കൂടുതൽ നികുതി അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. 251% നികുതി നൽകിയാണെങ്കിൽ പോലും മദ്യാസക്തിയുള്ള കേരള സമൂഹം അത് വാങ്ങാൻ തയ്യാറാകുന്നു. കുറഞ്ഞ വീര്യമുള്ള മദ്യം കൂടുതലായി ലഭ്യമാക്കി ഘട്ടം ഘട്ടമായി 10% കൂടുതൽ വീര്യമുള്ള മദ്യം നമ്മുടെ സംസ്ഥാനത്തെ മദ്യഷാപ്പുകളിൽ നിന്നും തുടച്ച് നീക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, 5% അതിൽ കുറവോ വീര്യമുള്ള മദ്യം സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നതിൽ തെറ്റില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലേക്ക് മദ്യം എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്വമുള്ള സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ മദ്യ ഉപയോഗം അവരുടെ മാനസിക വളർച്ചയെ തളർത്തുന്നതും ഏറെ വൈകാതെ അവരുടെ തലച്ചോർ ലഹരിക്ക് അടിമയായി മാറാനും കാരണമാകുന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റമൻജിയോസ് ഇഞ്ചാനിക്കൽ സമൂഹത്തോട് പങ്കുവയ്ക്കുന്ന ആശങ്ക പക്ഷേ മദ്യാസക്തിയിൽ അലിച്ചു ചേർന്ന കേരള സമൂഹത്തിന് സ്വീകാര്യമാകണമെന്നില്ല. അത്രത്തോളം കേരള സമൂഹം മദ്യാസക്തരായിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം മാത്രം ഉയർന്ന താപനില നിലനിൽക്കുന്ന സമൂഹത്തിന് ലഭ്യമാവുന്നുള്ളൂ എന്ന് നമ്മുടെ സംസ്ഥാനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം മാത്രം നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുക തന്നെ വേണം. 5% താഴെ വീര്യമുള്ള മദ്യം സിഗരറ്റ് ലഭ്യമാവുന്നത് പോലെ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാകുമ്പോഴും സിഗരറ്റ് എന്ന പേരിൽ കഞ്ചാവ് ലഭ്യമാക്കുന്നത് തടയാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ ജാഗ്രത കാണിക്കുന്നത് പോലെ മദ്യത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ അളവിൽ പോലും മദ്യം ഉപയോഗിക്കുന്നത് ക്രമേണ അവരെ മദ്യത്തിന് അടിമകളാക്കും എന്നും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തകർക്കും എന്നും വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നന്ദി.